അങ്ങനെ കാത്തിരുന്ന അറഫാ ദിനം നമ്മിലേക്ക് വന്നെത്തിയല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറെ ഇഷ്ടപ്പെടുന്നൊരു ദിവസം, ദുനിയാവിലെ പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ. എന്താ നമ്മൾ ചൊല്ലേണ്ടത്? കുറേ ദിക്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പതിവാക്കിയിരുന്നൊരു മന്ത്രമുണ്ട്. ഒരു അരമണിക്കൂർ സമയം മനസ്സറിഞ്ഞ് നിങ്ങളൊന്നിരുന്നാൽ ആ മന്ത്രം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെങ്കിലും, ദുനിയാവിലെ കഥയാകട്ടെ ആഖിറത്തിലെ കഥയാകട്ടെ, അത് അള്ളാഹു തരുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ക്യാൻസർ കൊണ്ട്, മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകല്ലേ. നിങ്ങൾ ഈ ദിക്റെന്ന് ചൊല്ലിയിട്ട് ഇന്ന് മഗ്‌രിബിന് മുമ്പ് നിങ്ങളിത് ചൊല്ലിയിട്ട് അള്ളാഹിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയാൽ അള്ളാഹ് നിങ്ങളെ വിടൂല. അള്ളാഹ് നിങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. അള്ളാഹിൻ്റെ ഔലിയാക്കൾ പഠിപ്പിക്കാൻ ഏതാണെന്ന് പഠിക്കണ്ടേ, അന്വർത്ഥമാക്കണ്ടേ. എന്തോരം സമയം നമ്മൾ വെറുതെ കളയുന്നുണ്ട്. അങ്ങനെ വേസ്റ്റാക്കി കളയേണ്ടതാണോ? മനസ്സറിഞ്ഞ് ചൊല്ലണം കേട്ടോ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി അല്ലേ എല്ലാവരും? ഹാപ്പി ആവണം കേട്ടോ. കാരണം അറഫ നമുക്ക് കിട്ടിയില്ലേ. ഇതിലപ്പുറം എന്താ സന്തോഷിക്കാനുള്ളത്? അറഫ കിട്ടിയിട്ട് കാര്യമില്ല, അറഫ എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതാണല്ലേ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പടച്ചോനിങ്ങനെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മലക്കുകളോട് പറയും, മലക്കുകളെ ഉൻദുറു ഇലാ ഇബാദി, എൻ്റെ അടിമകളിലേക്കൊന്ന് നോക്കിക്കേ. യർജൂന റഹ്മത്തി, അവർക്ക് വേണ്ടത് എൻ്റെ കാരുണ്യാണ്. അള്ളാനെ കിട്ടണം അറഫയിൽ അല്ലേ. അള്ളാനെ കിട്ടണം. അള്ളാനല്ലേ നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ പാടിയിട്ടില്ലേ, കള്ളൂഷാപ്പിൽ നീ കേറിയിടാത്തത് സ്വർഗക്കള്ളിന് കോതിച്ചിട്ടോ, പെണ്ണീനാലെ നീ നാറിടാത്തത് ഹൂറിമാരെ നീനച്ചിട്ടോ. എന്താടോ കള്ളുടിക്കാത്ത? എന്താ കള്ളുടിച്ചാൽ സ്വർഗം കിട്ടൂല. എന്തേ വ്യഭിചരിക്കാത്തത്? വ്യഭിചരിച്ചാൽ സ്വർഗം കിട്ടൂല. ആർക്കും അള്ളാനെ വേണ്ടല്ലോ. അള്ളാൻ്റെ പടപ്പാണ് സ്വർഗം നരകമൊക്കെ. നമുക്ക് വേണ്ടത് എന്താ? കള്ളുടിക്കാത്തത് എൻ്റെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. എന്താടാ വ്യഭിചരിക്കാത്തത്? എൻ്റെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ പറയുന്ന ആളുകളാകണം. അങ്ങനെയുള്ളവർക്കല്ലേ അറഫ കിട്ടുക. അങ്ങനെയുള്ളവർക്കേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള മുത്തക്കൈങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് ഈ അറഫാ ദിവസേ നമ്മളിൽ നിന്ന് മരിച്ചുപോയ കുറച്ച് മനുഷ്യന്മാരൊക്കെ ഉണ്ട്. വാപ്പായും ഉമ്മായും സഹോദരങ്ങളും മാതാപിതാക്കളും ബന്ധുമിത്രാദികളും മക്കളും ഒക്കെ പല ആളുകളിൽ നിന്നും വിട പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ വാപ്പായും ഉമ്മായൊക്കെ ഖബറിലാണ്. അള്ളാഹു അവരുടെയൊക്കെ ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ. നിങ്ങളൊക്കെ ദ്വാരക്കണം കേട്ടോ. അവർക്കൊക്കെ വേണ്ടിയിട്ട് ദ്വാരക്കൂലേ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇപ്പോഴും നമ്മൾ ദ്വാരക്കണം. പ്രത്യേകിച്ച് ഈ അറഫയിലൊക്കെ കഴിയുന്ന പുരുഷന്മാരായ ആളുകളൊക്കെ എന്ത് ചെയ്യുക, പള്ളിയിൽ പോയി അവരുടെ ഖബറിൻ്റെ അടുക്കലൊക്കെ ഒന്ന് ചെല്ലുക. എന്നിട്ട് അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ഉമ്മി, ഉമ്മാനെ വാപ്പാനെയൊക്കെ വിളിച്ചൊരു സലാം പറയാ. അവർക്കൊക്കെ വേണ്ടി ഒന്ന് ദ്വാരക്കണം. ഒരു യാസീനെങ്കിലും ഓതി ഹദിയ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ വീട്ടിലിരുന്ന് ഒരു യാസീനൊക്കെ ഓതിയിട്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഹദിയ ചെയ്ത് കൊടുക്കണം. സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും കബറിടത്തിലേക്ക് അതിൻ്റെ മിസ്ൽ സവാബ് നീ എത്തിക്കണേ പടച്ചോനേന്ന് ദ്വാരക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് ഒരുപാട് ദിക്റുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇന്നലത്തെ രാവിനേക്കാൾ, അതായത് കഴിഞ്ഞ രാവിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഈ പകലിന്. കാരണം അറഫയുടെ പകലാണ്. ഇന്ന് ഔലിയാക്കളുടെ കുത്തുബായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പഠിപ്പിച്ച് തന്ന ഒരു കുറച്ച് ദിക്റുകളുണ്ട്, കുറച്ച് മന്ത്രങ്ങളുണ്ട്. മനസ്സറിഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന കോലത്തിൽ ഇത് ചൊല്ലിയാൽ അള്ളാഹ് നിങ്ങളെ കൈവിടൂല. നിസ്കരിക്കാൻ പറ്റുന്ന സഹോദരിമാരൊക്കെ ആണെങ്കിൽ വുളു എടുത്ത് ഖിബിലക്ക് അഭിമുഖമായിരിക്കുക. ഇല്ല ഉസ്താദ് ഞങ്ങൾക്ക് മെൻസ്ട്രൽ പീരീഡാണ്, ഓക്കെ, ഒന്നും എടുക്കണ്ട. നിങ്ങൾ ഖിബിലക്ക് അഭിമുഖമായി ഇരുന്നിട്ട് മനസ്സറിഞ്ഞ് ഓദിക്കോ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്താ നമ്മൾ ചൊല്ലേണ്ടത്? ഇത് ചൊല്ലിയാലുള്ള ഗുണം എന്താ? ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. നിങ്ങൾ എന്തേത് പ്രയാസങ്ങളാണോ അനുഭവിക്കണത്, ആ പ്രയാസത്തിൽ നിന്ന് പടച്ചോ നിങ്ങളെ പൊക്കിയെടുക്കും. കടമാണോ, വിവാഹമാണോ, കുടുംബ പ്രശ്നങ്ങളാണോ, മക്കളില്ലാത്തതാണോ, ക്യാൻസറാണോ, വാട്ടെവർ, അള്ളാഹു നിങ്ങളെ അങ്ങ് പൊക്കിയെടുക്കും. ചൊല്ലിയാലോ? എന്തൊക്കെയാണ് നമുക്കൊന്ന് പഠിച്ചാലോ? ആദ്യം തന്നെ ഒരു മനോഹരമായ പ്രാർത്ഥനയാണ്. ഓക്കെ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറാ വഫീ സമഈ നൂറാ വഫീ ബസരി നൂറാ
അല്ലാഹുമ്മ ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക من وسواس الصدر وفتنة القبر وشتات الأمر اللهم إني أعوذ بك من شر ما يلج في الليل ومن شر ما يلج في النهار ومن شر ما تهب به الرياح ومن شر بوائق الدهر. മനോഹരമായ പ്രാർത്ഥനയാണ്. എന്താ അതിലുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ, നമുക്കറിയാം അല്ലേ, അള്ളാഹു ഏകനാണ്, അവനൊരു പങ്കുകാരനുമില്ല. ലാ ശരീക്കല, ഇല്ല അവനൊരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്ക്, അധികാരം മുഴുവൻ അവനാണ്. വലഹുൽ ഹംദ്, സ്തുതി മുഴുവൻ എൻ്റെ റബ്ബിനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, പടച്ചോൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശം നൽകണേ അല്ലാ. എന്താ പ്രകാശം? അല്ല എന്ന നൂറ്. പടച്ചോനെ നിന്നെ കാണാൻ പറ്റുന്ന കൽബാക്കണേ അല്ല. അതാണ് അല്ലയെ മാത്രം കൊള്ളടോ. ഈ വരികൾ ബോറടിപ്പിക്കാറുണ്ടോ നിങ്ങൾ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ചില വരികൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഇല്ലേ, ചില വരികൾ അങ്ങനെയാണ്, പടച്ചോനായിട്ടുള്ള ബന്ധം കൂട്ടും. അല്ലയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അപ്പം ജഅൽ ഫീ ഖൽബി നൂറ, എൻ്റെ കൽബിൽ നീ എന്ന പ്രകാശത്തെ നൽകണേ അല്ലാ. പിന്നെയോ വഫി സമഈ നൂറ, എൻ്റെ കേൾവിയിൽ, എൻ്റെ ചെവിയിൽ ആ നൂറ് നൽകണേ അല്ലാ. കേൾക്കുന്നതൊക്കെ ആ നൂറുമായി ബന്ധിപ്പിക്കാൻ പറ്റിയതാകണം. വഫി ബസ്രി നൂറ, എൻ്റെ കാഴ്ചയിലും എൻ്റെ കണ്ണിലും നീ എന്ന നൂറിനെ തരണേ അല്ലാ. അല്ലാഹുമ്മ ഇശ്റഹ് ലി സ്വദ്രി, എൻ്റെ ഖൽബ് വിശാലാക്കണേ അല്ലാ. വയസ്സിർ ലി അംരി, എൻ്റെ കാര്യങ്ങൾ എളുപ്പാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വസ്വാസി സ്വദ്ർ, ഹൃദയത്തിലെ വസ്വാസ്, നെഞ്ചിനകത്തെ വസ്വാസുകളുണ്ടല്ലോ, അതിൽ നിന്ന് നീ എനിക്ക് കാവൽ നൽകണേ അല്ലാ. അതുപോലെ തന്നെ വഫിത്നത്തിൽ ഖബർ, ഖബറിനകത്തെ ബുദ്ധിമുട്ടുകൾ, യാ റബ്ബി, മുൻകർ നക്കീർ അലൈഹിസ്സലാം വരുമ്പോഴുള്ള പ്രയാസങ്ങളടക്കം എല്ലാം അതിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. വശത്താത്തിൽ അംർ, പടച്ചോനെ എൻ്റെ എല്ലാ കാര്യങ്ങളെയും നാശമായതിൽ നിന്ന് എൻ്റെ കാര്യങ്ങളെ നീ അകറ്റണേ അല്ലാ. കാര്യങ്ങൾ നശിച്ചു പോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ യലിജു ഫിൽ ലൈൽ, രാത്രിയിലെ ഉപദ്രവത്തിൽ നിന്ന് കാക്കണേ അല്ലാ. വമിൻ ശർരി മാ യലിജു ഫിൻ നഹാർ, പകലിലെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാക്കണേ അല്ലാ. വമിൻ ശർരി മാ തഹുബു ബിഹി റിയാഹ്, കാറ്റ് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാക്കണേ അല്ലാ. വമിൻ ശർരി ബവാഇഖി ദഹർ, കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മഴക്കെടുതി ഇല്ലേ, ഇപ്പം നല്ല മഴ പലയിടങ്ങളിലും ഇപ്പോൾ റെഡ് അലേർട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. റെഡല്ല, ഓറഞ്ച് അലേർട്ടൊക്കെ അല്ലേ. എന്തായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം മഴക്കെടുതിയിൽ നിന്ന് കാവൽ നൽകട്ടെ. ഈ ദിക്ർ നിങ്ങൾ ആദ്യം ചൊല്ലാം. നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരു 11 തവണ ഏറ്റവും ചുരുങ്ങി ഇത് ചൊല്ലാം. ഇത് ചൊല്ലിയിട്ട് 3 തവണ തക്ബീർ ചൊല്ലണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 3 തവണ ചൊല്ലാം. എന്നിട്ടൊരു പ്രാർത്ഥനയുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ പഠിച്ച പ്രാർത്ഥന, മുത്തുനബി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. 100 തവണ ഈ പ്രാർത്ഥന ചൊല്ലാം. എത്ര തവണ? 100 തവണ ചൊല്ലാം. എന്നിട്ട് മനോഹരമായൊരു ദിക്റാണ്, മനസ്സറിഞ്ഞ് ചൊല്ലേണ്ട ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത്ര എല്ലാവർക്കും അറിയാം അല്ലേ. ലാ ഹൗല ചൊല്ലുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നമ്മൾ ഇന്നലെ രാത്രിയും പറഞ്ഞിരുന്നു, എനിക്കൊരു കഴിവില്ല എന്നുള്ള തിരിച്ചറിവാണ് ദിക്ർ. എന്നെക്കൊണ്ട് പറ്റൂല, പറ്റുന്നു നീ മാത്രമാണല്ല. ഞാൻ പണിയെടുത്താലും ഞാൻ പണിയെടുത്തതുകൊണ്ടല്ല പൈസ ഉണ്ടാകണത്, നീ തരുന്നത് കൊണ്ടാണല്ല. ആ ബോധ്യത്തിലാണ് എല്ലാം ചൊല്ലേണ്ടത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അതായത് നമ്മളെ കൊണ്ട് പറ്റില്ല. ചിലർ പറയും എൻ്റെ പിള്ളേനെ കാണാൻ നല്ല ഭംഗിയാണ് ഉസ്താദ്, എന്നിട്ടും കല്യാണം നടക്കണില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ പിള്ളേരുടെ ഭംഗി കൊണ്ടാണ് കല്യാണം നടക്കണേന്ന്? അല്ല നടത്തി തരണം, അല്ല നടത്തണം. അള്ളാഹുവാണ് തരുന്നവൻ, ആ ബോധ്യത്തിൽ വേണം ചൊല്ലാൻ കേട്ടോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. 100 തവണ ഈ ദിക്ർ ചൊല്ലാം. അപ്പം അതിൽ നമ്മൾ പറയുന്നുണ്ട്, അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കാൻ എല്ലാത്തിനും കഴിവുള്ളവൻ നീ മാത്രമാണല്ല, നീ എല്ലാം അറിയുന്നവനാണ് പടച്ചോനെ. സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് പറയണം. അങ്ങനെ 100 തവണ വെറുതെ ചൊല്ലല്ല, ബോധ്യത്തിൽ ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം 3 പ്രാവശ്യം 3 തവണ അങ്ങനെ പറയാം. എന്നിട്ട് 3 തവണ സൂറത്തുൽ ഫാത്തിഹ
3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. 3 തവണ ഫാത്തിഹ, 3 തവണ ഇഖ്ലാസ്. ഇനി 100 കണക്ക് പലർക്കും ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഒരു 33 നേരത്തെ പറഞ്ഞ ദിക്റുകളാണെങ്കിലും 100 എന്നുള്ളത് 33 മിനിമം ചൊല്ലും. 100 ആയാൽ മനോഹരം. അതിൻ്റെ കണക്ക് അങ്ങനെയാണ്. അതങ്ങനെ ചൊല്ലിയാൽ അതിന് വലിയ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് മനസ്സറിഞ്ഞൊരു സ്വലാത്തും കൂടെ ചൊല്ലിയാൽ അൽഹംദുലില്ലാ ഈ കോഴ്സ് അങ്ങ് കംപ്ലീറ്റ് ആയി. എന്താ സ്വലാത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഉമ്മി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്രയേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഉമ്മി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 100 തവണ ഈ സ്വലാത്തും ചൊല്ലാം. എന്നിട്ട് മനസ്സറിഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ എന്ത് സങ്കടമാണുള്ളത്, എന്ത് രോഗമാണുള്ളത്, എന്ത് പ്രയാസമുള്ളത് അള്ളാഹിനോട് നിങ്ങൾ മനസ്സറിഞ്ഞ് ചോദിച്ചോ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി നിങ്ങൾക്ക് വേണ്ടത് തരും. എത്ര വലിയ കുടുക്കിൽ നിന്നും അള്ളാഹു നിങ്ങളെ മോചിപ്പിക്കും. അപ്പോൾ ഉസ്താദ് ഇതിൻ്റെ അകത്ത് ദിക്റുകളേ ഉള്ളൂല്ലോ, കൂടുതൽ ദുആയൊന്നും കാണുന്നില്ലല്ലോ. അത് അള്ളാഹുവിൻ്റെ മഹത്വം അറിയാത്തതുകൊണ്ടാണ്. അള്ളാഹിനെ മഹത്വപ്പെടുത്തുന്ന കലിമത്തുകൾ ഉണ്ടെങ്കിൽ അതൊരു ദുആയുടെ സ്ഥാനത്താണ്. അതാണ് ഏറ്റവും വലിയ ദുആ. ഉദാഹരണം പറഞ്ഞാൽ ആഴക്കടലിലേക്ക് എറിയപ്പെട്ട് മത്സ്യം വിഴുങ്ങിയിട്ടുണ്ട് ആരെ? യൂനുസ് നബീനെ. ഇല്ലേ? യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നിട്ട് പടച്ചോനെ എന്നെ പോക്കണേ എന്നെ പോക്കണേ എന്നതുമായിരുന്നോ? ഇല്ലല്ലോ. ലാ ഹൗല എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക്. പടച്ചോനെ നീയല്ലാതെ എനിക്ക് ആരുമില്ല കേട്ടോ, നീയാണ് പരിശുദ്ധൻ, നീ മാത്രമാണ് പരിശുദ്ധൻ, ഞാൻ പാപികളിൽ പെട്ടുപോയി പടച്ചോനെ. അള്ളാഹിനെ പുകഴ്ത്തി. അപ്പം അള്ളാഹിനെ തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ അടിമയായിട്ട് നിന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി നമ്മുടെ കാര്യമൊക്കെ അവനറിയാൻ പാടില്ല, അവനതൊക്കെ ഏറ്റെടുത്തോളും. മനസ്സിലായി? അപ്പോൾ ഈ ദിക്റുകളൊക്കെ മനസ്സറിഞ്ഞ് ഒരു അരമണിക്കൂർ പോരെ ഒന്ന് ചൊല്ലിയിട്ട് ഈ അറഫാദിന് ഇനി അടുത്ത അറഫൊക്കെ നമ്മൾ ആരുണ്ടാവുക എന്നല്ല വല്ല ഉറപ്പുണ്ടോ? പടച്ചോൻ എഴുതി തന്നിട്ടുണ്ടോ അടുത്ത അറഫയിൽ നമ്മൾ ഉണ്ടാവും? ഇല്ലല്ലോ. അപ്പം മനസ്സറിഞ്ഞ് ചൊല്ലിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ അറഫയുടെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറഫയുടെ ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ഹജ്ജ്, ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ മുത്തുനബി അല്ലേ. അറഫാ ദിനത്തിലാണ് അവിടുത്തെ ഹജ്ജത്തുൽ വദാ നടക്കുന്നത്. അവിടുന്ന് പറയുന്നുണ്ട് മനുഷ്യന്മാർക്ക് ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും ഹറാമുൻ അലൈക്കും. മനുഷ്യന്മാരെ നിങ്ങൾക്ക് മറ്റൊരാളുടെ ധനം, മറ്റൊരാളുടെ രക്തം, മറ്റൊരാളുടെ അഭിമാനം ഇതൊക്കെ ഹറാമാണ്. അതായത് ഒരുത്തൻ്റെ അഭിമാനം ഹനിക്കരുത്. നാട്ടുകാരുടെ മുമ്പിൽ ഒരാളെയും നിങ്ങൾ പരിഹസിക്കാൻ പോകണ്ട. രഹസ്യമായിട്ട് ഒരാൾ തെറ്റ് ചെയ്യാൻ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ അവനെ നാറ്റിക്കണ്ട. അങ്ങനെ നാറ്റിച്ചാൽ അതേ തെറ്റ് ചെയ്യാതെ നിങ്ങളും മരിക്കൂല. ഏതൊരു കാരണം കൊണ്ടാണോ രഹസ്യമാക്കി വെച്ചൊരു സംഗതിയെ നിങ്ങൾ പരസ്യമാക്കിയത് അതേ തെറ്റ് നിങ്ങളും ചെയ്യൂന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ ഒരാളെയും ചെറുതാക്കി കാണണ്ട കേട്ടോ, എല്ലാവരും തുല്യരായി കാണണം. പാവപ്പെട്ടവനെ കാണുമ്പോൾ ചിലർക്ക് വല്ല അലർജി, ഒരു തറവാടിത്തമുള്ള മനുഷ്യന്മാർക്ക് ഞങ്ങൾ വലിയ തറവാടികൾ, അങ്ങനെയുള്ള ചിന്തയൊന്നും ഇവിടെ ഇല്ല. ഇസ്ലാമിന് അങ്ങനത്തെ ചിന്ത പാടില്ല. അങ്ങനത്തെ ചിന്തയൊന്നും ഇസ്ലാമിലില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഒരു കഥ പറഞ്ഞു തന്നിട്ടില്ലേ? കഥയല്ല ചരിത്രം. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ മഴയില്ല. അപ്പോൾ അന്ന് താബിഈങ്ങളായ മഹാന്മാരൊക്കെ ജീവിച്ചിരുന്ന സമയമാണ്. ഇവർ 7 ദിവസം പള്ളിയിൽ ഇങ്ങനെ മഴ തേടി നിസ്കരിച്ച് ദ്വാരക്കാണ്. അതിൽ ഹസനുൽ ബസരിയുണ്ട്, മാലിക് ബിൻ ദീനാറുണ്ട്, സാബിത്തുൽ ബന്നാനിയുണ്ട് റളിയല്ലാഹു അൻഹും. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ വലിയ മഹാന്മാരായ താബിഈങ്ങളാണുള്ളത്. ദ്വായിരുന്നു. 7ാമത്തെ ദിവസം ജനങ്ങളിങ്ങനെ നോക്കുമ്പോൾ, പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു മേഘം പോലും കാണാനില്ല, മഴക്കാറ് പോലും ഇല്ല. അങ്ങനെ എല്ലാവരും തിരിച്ചുപോയി. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയാണ്, കുറേ നേരം ഞാനിങ്ങനെ പള്ളിയിലിരുന്നപ്പോഴേ ഒരു അപ്രസക്തനായ ഒരു മനുഷ്യൻ കീറി പറഞ്ഞ വേഷം പള്ളിയിലേക്ക് കയറി വരികയാണ്. അയാൾ പള്ളിയിൽ പോയി നിന്നിട്ട് അവിടെ നിസ്കരിച്ചിട്ട് പടച്ചവനോട് ദ്വാരക്കാണ്, യാ റബ്ബി, നിൻ്റെ ഇടപെടലുകളെ ചോദ്യം ചെയ്യാനൊന്നും ഞാനാളല്ല. നിനക്കിപ്പോൾ മഴ തരാം തരാതിരിക്കാം, നിൻ്റെ ഇഷ്ടമാണ്, നിൻ്റെ അടിമകളാണ്, നിനക്കിപ്പോൾ കൊല്ലാം എടുക്കാം, ഒന്നും കുഴപ്പമൊന്നുമില്ല, നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം. പക്ഷെ എൻ്റെ വിഷയം അതൊന്നുമല്ല. ഇവിടെ നിന്നോട് മഴ ചോദിച്ചത് നിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകളാണ്. അവർ ചോദിച്ചിട്ട് നീ കൊടുത്തില്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസത്തിൽ പ്രശ്നം വരും. നീ തരണേ അല്ലാ. പറയേണ്ട താമസം ഇടിച്ചു പൊളിച്ച് മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി. ഭയങ്കര മഴ. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിക്കണ്ട്, ധാരാണത്, ആർക്കും കണ്ടു പരിചയമില്ലാത്തൊരു മനുഷ്യൻ. അങ്ങനെ ആ മനുഷ്യൻ എന്ത് ചെയ്തു? മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടന്നു. നടത്തത്തിൻ്റെ പിന്നാലെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ഒരു സ്ഥലത്തെത്തി. അവിടെ കുറേ ഈ മനുഷ്യൻ്റെ വേഷം ധരിച്ച കുറേ മനുഷ്യന്മാരിങ്ങനെ നിൽപ്പുണ്ട്. അത് കണ്ടപ്പോൾ മാലിക് ബിൻ ദീനാറിന് മനസ്സിലായി ഇയാളൊരു അടിമയാണ്. അപ്പോൾ അങ്ങോട്ട് പോയി. പിറ്റേ ദിവസം മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിട്ട് ആ മനുഷ്യൻ്റെ മുതലാളിയോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ നിങ്ങളിങ്ങനെ അസംബിൾ ചെയ്ത അടിമകൾ നിർത്തുന്ന സമയത്ത് ഇല്ലാതിരുന്നൊരു മനുഷ്യനില്ലേ? അങ്ങനെ ഒരുത്തനുണ്ട്, ഒരു പണിയെടുക്കൂലെന്നേ, ഒരു ആരോഗ്യമില്ല, ഒന്നുമില്ലാത്തൊരുത്തൻ.
ആർക്കും കണ്ടുകൂടെ ഇവിടെ. ഇപ്പോൾ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എനിക്ക് ആളൊന്ന് കാണാൻ പറ്റുമോ? ഇച്ചിരി. അപ്പോൾ മുതലാളി പറഞ്ഞു, കാണൽ മാത്രമാക്കണ്ട, ഒരു ചെറിയ പൈസ എന്തെങ്കിലും തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ചെറിയൊരു പൈസ കൊടുത്തിട്ട് ആ മനുഷ്യനെ മേടിക്കാൻ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ സാധുവായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, അല്ല ശൈഖ് അവർകളെ, നിങ്ങൾ എന്നെ എന്തിനാണ് വാങ്ങിയത്? എന്നെക്കൊണ്ട് വലിയ ആരോഗ്യമൊന്നുമില്ല, നിങ്ങൾക്ക് പണിയെടുപ്പിക്കാൻ പറ്റില്ലല്ലോ. മാലിക് ബിൻ ദീനാർ നിങ്ങൾ പറയാം, നിങ്ങളെ ഞാൻ പണിയെടുപ്പിക്കാൻ വാങ്ങിയതല്ല, നിങ്ങൾ ഇന്നലെ ചോദിച്ചപ്പോൾ അള്ളാഹു ഉടൻ തന്നെ മഴ തന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഒരു മഹാൻ അങ്ങനെ അടിമപ്പണി എടുക്കേണ്ട ആളല്ലല്ലോ, അതുകൊണ്ട് വാങ്ങിയതാണ്. ആ മനുഷ്യൻ ആ നിമിഷം സുജൂദിൽ കിടന്നു. സുജൂദ് ഇങ്ങനെ നീണ്ടുപോവാട്ടോ. കുറേ നേരം കഴിഞ്ഞിട്ട് അനക്കമില്ലാത്തത് കണ്ടപ്പോൾ മാലിക് ബിൻ ദീനാർ തങ്ങൾ ആ മനുഷ്യനൊന്ന് തട്ടി നോക്കി. അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. താൻ അറിയപ്പെടുമോ എന്ന് പേടിച്ചിട്ടുണ്ടാകാം, അള്ളാഹിനോട് ദ്വാരന്നിട്ടുണ്ടാകും, പഠിച്ചോൻ എന്നെ നീ ഇപ്പം തന്നെ എടുക്കണേന്ന്. അള്ളാഹിൻ്റെ ഔലിയാക്കൾ അങ്ങനെയാണല്ലോ. അതായത് അള്ളാഹുവിന് ചില ഔലിയാക്കളുണ്ട്, അപ്രസക്തരാണ് ഇല്ലേ. റസൂലുള്ളാഹിന്റെ ഹദീസില്ലേ, റുബ്ബ അശ്ഗസ അഖ്ബറ, ശരീരം മുഴുവൻ അഴുക്ക് പുരണ്ട, മുടി ജട പിടിച്ച, വസ്ത്രം കീറിപ്പറഞ്ഞ കുറച്ച് ഔലിയാക്കൾ അള്ളാഹ്ക്കുണ്ട്. രണ്ടാം കാറ്റഗറിയിലാണ് ഉള്ളത്. പക്ഷേ ഇവരെങ്ങാനും അള്ളാഹിനോടൊരു കാര്യം ചോദിച്ചാൽ ല അബറ, ആ സെക്കൻഡിൽ അള്ളാഹു അത് നടപ്പാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നേരത്തെ മഴ ചോദിച്ച ആ മഹാന്മാരൊക്കെ അള്ളാഹിൻ്റെ വലിയ ശ്രേഷ്ഠരായ ഔലിയാക്കളാണ്. അത് അവർക്കുള്ളൊരു പരീക്ഷണമാണ്. ഇവർ ഈ പ്രണയബന്ധത്തിൻ്റെ ഒരു തീവ്രതയിലാണ് ഇങ്ങനെ ചില മുഷിഞ്ഞ വേഷക്കാരായ ഔലിയാക്കൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇരിക്കട്ടെ, അത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളൊരാളുടെ വേഷം കണ്ട് ഒരാളെയും നമ്മൾ ഗണിക്കാൻ നിൽക്കണ്ട. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ തന്ന ഏറ്റവും നല്ലൊരു പാഠം അതാണ്. നിങ്ങൾ സമ്പത്തും തറവാടിത്തൊന്നും നോക്കിയിട്ടല്ല ഒരാളെ പരിഗണിക്കേണ്ടത്, എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ കഴിയണം. അപ്പോൾ അറഫയുടെ ഏറ്റവും മനോഹരമായ സന്ദേശം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലും ഈ സ്വഭാവം നമ്മൾ കൊണ്ടുവരണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മളൊരു പാവപ്പെട്ട മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിലീഫ് പദ്ധതിയുടെ കാര്യം പറഞ്ഞു. പല ആളുകളും ഹദിയ ചെയ്യുന്നുണ്ട്. ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. ഇനി നമ്മുടെ ഈ നമ്പറിലേക്ക് ഹദിയ ചെയ്തിട്ട് പോരുന്നില്ല എങ്കിൽ ഇവിടെ QR കോഡ് സൈഡിലുണ്ട്, അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്കാൻ ചെയ്തിട്ട് അയക്കാം. കഴിയുന്നത് പോലെ ചെയ്യുക. ഒരു മനുഷ്യൻ്റെ പ്രയാസം നമ്മൾ മാറ്റിക്കൊടുത്താൽ നമ്മുടെ പ്രയാസം അള്ളാഹ് മാറ്റിത്തരും എന്നുള്ളത് ഉറപ്പല്ലേ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ നോമ്പുകാരൻ. നോമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക്, സാഹചര്യം കൊണ്ട് പിടിക്കാൻ പറ്റാത്തവരുണ്ട്, അവർക്കും നോമ്പിൻ്റെ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പാപമോചനം സിദ്ധിക്കുന്ന മുത്തക്കൈകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പം ഇന്ന് അറഫാ ദിനം നഷ്ടപ്പെടുത്തി കളയരുത്. വൈകുന്നേരം കൃത്യം 4:30 നമുക്ക് ഒരുമിച്ചിരുന്ന് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, ഹജ്ജത്തുൽ വദായിൽ മുത്തുനബിയുടെ അവസാനത്തെ ഹജ്ജിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുടി ഇങ്ങനെ വടിച്ചു അല്ലേ. മുടി വടിച്ചിട്ട് ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. ഇതെന്ത് ചെയ്യണം? എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. ആ വിളിക്കപ്പെട്ട സ്വഹാബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കണേ അല്ലാ. പരിശുദ്ധമായ അറഫയുടെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. മനസ്സിലൊരുപാട് സങ്കടങ്ങളുണ്ട്, എല്ലാ സങ്കടങ്ങളും നീക്കണേ അല്ലാ. നിൻ്റെ പാപമോചനം നൽകണേ അല്ലാ. നിൻ്റെ കാരുണ്യം തരണേ അല്ലാ. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. മക്കളെയും ഇണകളെയും നന്നാക്കണേ അല്ലാ. അസുഖബാധിതർക്ക് ശമനം നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. പഠിച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാമുണ്ടോ അവരുടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. ഈ ദിവസം അവരുടെ ഖബർ നീ പെരുന്നാളാക്കണേ അല്ലാ. പഠിച്ചോനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ഈ റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്തു പിടിക്കുന്നതിലേക്ക് ഹദിയ ചെയ്തവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.